ജസ്റ്റ് സേഫ്റ്റി അലാറംസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സ്ഫോടന ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു പ്രദേശത്ത് നമുക്കറിയില്ല എൻ്റെ ഇസ്രായേൽ എങ്ങനെയാണെന്നുള്ള ന്യൂസുകൾ അപ്ഡേഷൻ വരുന്നുള്ളൂ. എന്തായാലും ഈ അവസാന നിമിഷങ്ങളിൽ ഈ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ മിസൈൽ അറ്റാക്കോ യാതൊരുവിധ ത്രെഡ്സും ഇല്ലായിരുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള അലാം ഏതൊക്കെ സമയങ്ങളിലാണ് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടാറുള്ളത്? അതെന്ന് പറയുന്നത് 2-3 രീതിയിലാണ്. അതായത് ഇസ്രായേലിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ലൈക്ക് ഡ്രോണോ അല്ലെങ്കിൽ മിസൈൽ അറ്റാക്കുകളോ അങ്ങനെ ഏതെങ്കിലും ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രെഡ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിന്റെ എയർ സ്പേസിലേക്ക് ഏതെങ്കിലും ഒരു അനോണിമസ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ UAV പോലെയോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലായിട്ടോ അല്ലെങ്കിൽ നോർമൽ മിസൈലുകളായിട്ടോ വരുന്ന സമയത്ത് അരുൺ വർഗീസ് ബങ്കറിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. അല്പം മുമ്പ് ബങ്കറിലേക്ക് അലാം മുഴങ്ങിയപ്പോൾ അരുൺ വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബങ്കറിലേക്ക് പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ വർഗീസ് പറയാം. അപ്പം ഇസ്രായേലിന്റെ എയർ സ്പേസിൽ അത് ഡിറ്റക്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ സേഫ്റ്റി അലാറം വരുന്നത്. ഇത് 2 രീതിയിലാണ്. ഒന്ന് നമുക്ക് ഹോം കമാൻഡിന്റെ ഒന്ന് ഹോം കമാൻഡ് മൊബൈൽ നെറ്റ്വർക്ക് വഴി നമുക്ക് എല്ലാ മൊബൈലുകളിലേക്കും നെറ്റ്വർക്ക് വഴി നമുക്കൊരു മെസ്സേജ് പോലെ വരും. ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ ഇതിങ്ങനെയായിരിക്കും ആ മെസ്സേജ് ഇപ്പൊ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് ഹീബ്രുവിലായിരിക്കും. ആ മെസ്സേജിനോടൊപ്പം അതിനൊരു പ്രത്യേകതരം ശബ്ദവും ഉണ്ടാവും. നമ്മൾ എത്ര ദൂരെയാണെങ്കിലും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായിട്ട് ആ മെസ്സേജ് ഇതിപ്പം എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി ഫോൺ അല്പം കൂടി താങ്കളുടെ മുഖത്തിനോട്. ഓക്കെ ഇങ്ങനെ ഒരു അലർട്ട്, എമർജൻസി അലർട്ട് എന്ന് എഴുതിയിട്ട് ബാക്കി ഹീബ്രുവിൽ എഴുതിയിട്ടുള്ള ഒരു മെസ്സേജ് വരും. ഈ മെസ്സേജ് വന്നതിന് ശേഷം ഒരു ത്രെഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തുള്ള ഷെൽട്ടറുകളിലേക്കോ അല്ലെങ്കിൽ സേഫ്റ്റി പ്ലേസിലേക്കോ മാറുക എന്നുള്ളതാണ് ആ മെസ്സേജിന്റെ അർത്ഥം. ഈ ഹീബ്രു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് വന്നതിന് ശേഷവും നമുക്ക് കുറച്ച് സമയം കിട്ടും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നതിന് ശേഷം 10 മിനിറ്റിൽ താഴെ സമയം അല്ലെങ്കിൽ 15 മിനിറ്റിൽ താഴെ സമയം കിട്ടാറുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഷെൽട്ടറിനടുത്തേക്ക് എത്തുക അല്ലെങ്കിൽ ഷെൽട്ടറിനകത്തേക്ക് പ്രവേശിക്കുക. അതാണ്. ചില സമയത്തൊക്കെ ഷെൽട്ടറിനകത്ത് ചിലപ്പം തിരക്കുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് നിങ്ങൾ കണ്ടതുപോലെ ഇപ്പം വർക്കിംഗ് ഹവേഴ്സിലൊക്കെ ആണെങ്കിൽ സ്ട്രീറ്റിലൊക്കെയുള്ള ഷെൽട്ടറുകളാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. അപ്പം നമ്മൾ ഷെൽട്ടറിനകത്തേക്ക് പ്രവേശിക്കുക. അതിന് ശേഷവും ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷവും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു മെസ്സേജും കൂടി വരും. ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് റെഡ് അലേർട്ട് എന്ന് പറയാനും. ഈ റെഡ് അലേർട്ട് മെസ്സേജ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ അർത്ഥം. അതല്ലാതെ തന്നെ നമ്മൾ എവിടെയാണ് മൊത്തം ഇസ്രായേൽ സറൗണ്ടിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടുത്തെ സൈറ്റ് അലാറം സിസ്റ്റം. അതുകൂടാതെ ഇപ്പം തെലവീവിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ സെൻട്രൽ ഇസ്രായേലിലോ നോർത്തൺ ഇസ്രായേലിലോ സൗത്തൺ ഇസ്രായേലിലോ ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ അലാറംസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സേഫ്റ്റി സിസ്റ്റം അല്ലെങ്കിൽ IDFന്റെ ഹോം കമാൻഡിംഗ് സിസ്റ്റമായിട്ട്. എവിടെയാണോ ഈ ത്രെഡ് ഡിറ്റക്ട് ചെയ്യുന്നത് ആ ഒരു പ്രദേശത്ത് മാത്രം അലാറം അടിക്കും. അതുപോലെ ഇപ്പൊ ചില സമയത്ത് ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ വന്നതെന്ന് വെച്ചാൽ നോർത്തും സൗത്തും സെൻട്രൽ ഇസ്രായേലും ഒരുമിച്ച് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും മൊത്തം ഇസ്രായേലിലും അലാറം മുഴങ്ങുന്ന ഒരു രീതിയാണത്. ഓക്കെ, ഈ റെഡ് അലേർട്ട് നിലവിൽ താങ്കൾ താമസിക്കുന്ന പ്രദേശത്ത് എപ്പോഴെങ്കിലും വന്നിരുന്നോ? റെഡ് അലേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ അലാറത്തിന് പറയുന്ന പേരാണ് റെഡ് അലേർട്ട് എന്ന് പറയുന്നത്. പൊതുവെ ഇസ്രായേൽ ഗവൺമെന്റ് ഈ ഇറാനുമായിട്ട് ഉള്ള ഈ ഓപ്പറേഷൻ റേസിംഗ് ലൈൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആളുകൾ കൂട്ടം കൂടുന്നതിനും പൊതുപരിപാടികൾ നടത്തുന്നതിനും ബീച്ചുകളും അല്ലെങ്കിൽ പബ്ബുകൾ അങ്ങനെയുള്ള ആക്ടിവിറ്റികളെല്ലാം നിലവിൽ നിർത്തിവെക്കാനായിട്ട് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയും ഇന്നും ഇന്ത്യൻ എംബസി അടക്കമുള്ള എംബസികൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ നിലവിൽ അവധിയാണ്. ഇസ്രായേലിലെ എയർപോർട്ട് അതുപോലെ തന്നെ ബെൻഗുറിയൻ എയർപോർട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിലവിൽ. ശരി, താങ്കൾ നേരത്തെ പകർത്തിയ ഈ ബങ്കറിൻ്റെ ദൃശ്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബങ്കറിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? എത്രത്തോളം ഇതിൽ സൗകര്യങ്ങളുണ്ട്? എത്ര സമയമാണ് ഇതിനകത്ത് തങ്ങേണ്ടി വരിക? അവിടെയുള്ള മറ്റുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ബങ്കറിന് അകത്തുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ എത്ര സമയം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എത്ര സമയം ബങ്കറിനകത്ത് ഇരിക്കേണ്ടി വരും? സാധാരണഗതിയിൽ ഹോം കമാൻഡിന്റെ മെസ്സേജ് കിട്ടി
മെസ്സേജ് കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ സേഫ്റ്റി അലാറം മുഴങ്ങിയതിന് ശേഷം ഓൾമോസ്റ്റ് 10 മിനിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഈ പൊട്ടിത്തെറിയോ അങ്ങനെ എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് കേട്ടതിന് ശേഷം പിന്നീടും ഒരു 10 മിനിറ്റ് കൂടി ബങ്കറിൽ തുടരുക എന്നുള്ളതാണ് നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ നമുക്ക് ഈ ഹോം കമാൻഡിന്റെ റിലീസിംഗ് മെസ്സേജും ഉണ്ട്. നമ്മൾ ബങ്കറിനകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രാദേശികമായിട്ട് നമുക്ക് അവിടെ റിലീസിംഗ് മെസ്സേജ് വരും. അത് നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷനിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ത്രെഡ് ഡിറ്റക്ട് ചെയ്തു, ഒന്നെങ്കിൽ അത് നശിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് റിലീസിംഗ് മെസ്സേജ് വരും. റിലീസിംഗ് മെസ്സേജ് വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. പിന്നെ ബങ്കറുകളുടെ അതുപോലെ തന്നെ ബങ്കറുകളുടെ സൗകര്യങ്ങൾ ഒന്ന് ഡിപ്പെൻസ് ആണ്. സാധാരണഗതിയിൽ ഇപ്പോൾ വീട്ടിനകത്ത് ഉള്ള ബങ്കറുകൾ അല്ലെങ്കിൽ ഫ്ളാറ്റിന്റെ ഒക്കെ അടിയിലുള്ളതാണെങ്കിൽ അവനവൻ അല്ലെങ്കിൽ ആളുകൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിക്കും. പബ്ലിക് ബങ്കറുകൾ സാധാരണയായിട്ട് മൊബൈൽ ചാർജറുകൾ, AC, അതുപോലെ തന്നെ വാക്വം ചെയ്യാനായിട്ടുള്ള സിസ്റ്റം, എയർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിസ്റ്റം, അതുപോലെ ഇപ്പം നമ്മളിപ്പം ഈ ബങ്കറിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇറങ്ങി പോകുന്ന ഒരു സ്റ്റെപ്പ് കണ്ടല്ലോ, അതൊരു ഹൈഡ്രോളിക് ഡോറാണ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഹൈഡ്രോളിക് സപ്പോർട്ടുള്ള ഡോറാണ്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ ആളുകൾ ബങ്കറിനകത്ത് കയറി ബങ്കറിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ഇരച്ചു കയറി വരാനോ, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒരു മിസൈൽ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറ്റാക്ക് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ സഡൻലി ആ ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടി ഈ ബങ്കറിനകത്ത്, അത് എല്ലാ ബങ്കറിലും ഉണ്ടായിക്കൊള്ളുന്നില്ല, ഓരോ ബങ്കർ ഡിപ്പെൻസ് ആണ്. എന്നാൽ കൂടെയും ബേസിക്കലി ഒരു കൂട്ടം ആളുകൾക്ക് കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം വരെ അതിനകത്തുണ്ട്. ഇപ്പൊ ടോയ്ലറ്റ് ഫെസിലിറ്റി ആയിക്കോട്ടെ, പൈപ്പ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നെസസറി ആവശ്യങ്ങളെല്ലാം അവിടെ നമുക്ക് നിറവേറുന്നതാണ്. അതുപോലെ തന്നെ ബങ്കറിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും? ഒരു സ്ഥലത്ത് എത്രത്തോളം അല്ലെങ്കിൽ എത്ര ബങ്കറുകൾ വരെ ഉണ്ട്? ഇപ്പോ ഞാൻ പോയിട്ടുള്ള ഈ ബങ്കർ എന്ന് പറയുന്നത് റോഡിന്റെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. റോഡിന്റെ 2 സൈഡിലായിട്ടാണ് ബങ്കറുകളുള്ളത്. ഓൾമോസ്റ്റ് ഒരു ബങ്കറിൽ 300 പേർക്ക് വരെയും നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഒരു 100, 150 to 175 പേർക്കൊക്കെ കിടക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമേ ഒരു പക്ഷേ സാധിക്കുകയുള്ളായിരിക്കും അറ്റ് എ ടൈം. പക്ഷേ മോസ്റ്റ്ലി ആളുകൾ ബങ്കർ ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടി മാത്രമേ ഇസ്രായേൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളൂ സാധാരണഗതിയിൽ. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ചു, ബങ്കറിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്, ബങ്കർ ഫുള്ളി പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് വലിയ GI ഷീറ്റുകൾ അല്ലെങ്കിൽ വലിയ ഇരുമ്പിന്റെ കവചത്തിനുള്ളിലാണ് ബങ്കർ. അതിന്റെ മുകളിൽ കോൺക്രീറ്റ് കോട്ട് ചെയ്തിട്ടാണ് അരുൺ വർഗീസിലേക്ക് തുടരാം. അരുൺ വർഗീസ് ക്ലിയർ ആണോ? കേൾക്കാം. ഓക്കെ, തുറന്നോളൂ. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് ബങ്കറുകൾ സാധാരണഗതിയിൽ വലിയ, ഇപ്പൊ കുഴിയായിട്ടാണെങ്കിൽ ഭൂമിക്കടിയിൽ കുഴിച്ച്, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇൻഡെപ്തിലേക്കായിരിക്കും എപ്പോഴും തന്നെ ബങ്കർ. ഓൾമോസ്റ്റ് എല്ലാ ബങ്കറുകളും, ചില ബിൽഡിങ്ങുകളിലൊക്കെ ഇപ്പൊ 14-15 നിലയൊക്കെയുള്ള ബിൽഡിങ്ങുകളാണെങ്കിൽ ഇൻ ബിറ്റ്വീനിലായിട്ടാണെങ്കിലും ബങ്കറുകൾ നിർമ്മിക്കാറുണ്ട്. ബങ്കറിന്റെ ബേസ്മെന്റ് തൊട്ട്, അതായത് മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ ഇരുമ്പിന്റെ കട്ടി കൂടിയ പാളികൾ ഉപയോഗിച്ചിട്ടാണ് അത് നിർമ്മിച്ചിട്ടുണ്ടാകുന്നത്. അതായത് ഫുള്ളി വേണമെങ്കിലും ബങ്കർ ക്ലോസ് ചെയ്യാൻ പറ്റും. മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റ് പോലും ഇല്ലാത്ത രീതിയിൽ ക്ലോസ് ചെയ്യാനും, അതിനകത്ത് പുറത്തുനിന്ന് നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ, ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ്, ലൈറ്റ്, ഫാന്, എയർ കണ്ടീഷനൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ബങ്കറുകൾ നിർമ്മിച്ചിട്ടുള്ളത്.